ഫൈനലി കുക്കിംഗ് ഈസ് ഓവർ. സോഷ്യൽ മീഡിയ നിന്ന് കത്താൻ പോകുന്നു. ആ തീയിൽ നിന്നും പുക മുകളിലേക്ക് ഉയരും. ആ പുകയുടെ മറവിൽ ഇതുവരെയുള്ള വിമർശനങ്ങളെല്ലാം തണുത്തു പോകും. അതാണ് നമ്മൾ കാലങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക പ്രതിഭാസം. ഇവിടെ കേരള ബ്ലാസ്റ്റേഴ്സ് അവസാനത്തെ സൈനിങ് കൺഫേം ചെയ്തു എന്ന് മാർക്കസ് മാർഗോയുടെ ഭാഗത്തു നിന്നും ഒരു സൂചന വന്നിട്ടുണ്ട്. നല്ല കാര്യമാണ്, അതിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. ഇതേ എന്റെ വീഡിയോ കാണുന്നവർക്കറിയാം, ഞാൻ ഇതുവരെയും നമ്മുടെ കരോളിസ് കിംഗ്സിൽ നിന്ന് സ്പോർട്ടിംഗ് ഡയറക്ടറെ കുറ്റം പറഞ്ഞിട്ടില്ല. കാരണം അയാൾക്ക് ചെയ്യാൻ പറ്റുന്നതിന് പരിമിതികളുണ്ട്. കാരണം മാനേജ്മെന്റ് കൊടുക്കുന്ന ഫണ്ടിനുള്ളിൽ നിന്ന് മാത്രമേ കരോളിസ് കിംഗ്സിന് കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു മികച്ച പ്ലെയറിനെ കൊണ്ടുവരണമെങ്കിൽ താരങ്ങളെ വിറ്റഴിച്ച് ബിസിനസ് നടത്തി അദ്ദേഹം ഫണ്ട് കണ്ടെത്തി മികച്ച താരത്തിനെ കൊണ്ടുവരണം. ആക്ച്വലി ഈ ഒരു സ്റ്റേജിൽ കരോളിസ് കിംഗ്സിനെ കുറ്റം പറയാൻ പറ്റില്ല. എന്റെ ഒരു വിശ്വാസം, ഞാൻ ഇതുവരെയും കരോളിസ് കിംഗ്സിനെ കുറ്റം പറഞ്ഞിട്ടില്ല. പുള്ളി കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, കുക്കിംഗ് താമസിക്കുന്നു. അതിന് കാരണം നമ്മുടെ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള ഫിനാൻഷ്യൽ പോളിസീസും ട്രാൻസ്ഫർ പോളിസീസും ഒക്കെ തന്നെയാണ് എന്ന് എനിക്ക് റിയലൈസ് ചെയ്യാൻ കഴിയുന്നുണ്ട്. നിങ്ങൾ എത്ര റിയലൈസ് ചെയ്യാൻ പറ്റി എന്ന് എനിക്കറിയില്ല. കാരണം നിങ്ങളുടെ ധാരണകൾ മറ്റുള്ളതായിരിക്കും. ഏതായാലും കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സൈനിങ് വരും. ആ സൈനിങ്ങിൽ സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തും. അതിന് തീ കത്തിക്കാൻ ഞാനും ഉണ്ടായിരിക്കും. പക്ഷെ ആ തീയിൽ പുകയുയരും. ആ പുക ആകാശത്തേക്ക് ഉയരുമ്പോൾ ആ പുകയുടെ മറവിൽ